നമസ്തേ. മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം. അപ്പോൾ ഇത് ഞാൻ 2 ഭാഗങ്ങളായിട്ട് പറയാം, കാരണം ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ യേശു 4-ാമത്തെ അധ്യായം അവസാനം പറഞ്ഞു നിർത്തിയത് യേശുവിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നു. യേശു അങ്ങനെ പ്രസിദ്ധനായി യേശു. അപ്പോൾ 5-ാം അധ്യായം തുടങ്ങുന്നത് വെൻ ഹി സോ ദ ക്രൗഡ്സ്, ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവൻ നേരെ ഒരു മലയുടെ മുകളിലോട്ട് പോയി, അവിടെ പോയിരുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു, യേശുവിൻ്റെ അടുത്ത്. അപ്പോൾ യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പഠിപ്പീര് തന്നെ ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of heaven. ദാരിദ്ര്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അപ്പോൾ ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആത്മാവിന് ദാരിദ്ര്യമുണ്ടോ? എന്താ പറയേണ്ടത്? അതായത് ആത്മാവെന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ തെറ്റായി കാണിക്കുക, അതിനെക്കുറിച്ചൊരു മിസ്ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, പക്ഷേ ബ്ലെസ്ഡ് ആർ ദ പുവർ എന്ന് തന്നെയാണ് പറയുന്നത്. ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. മനസ്സിലായോ? ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് പല അർത്ഥമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് പോലെ ആത്മാവ് എന്ന് പറയുന്നതല്ല സ്പിരിറ്റ്. സോൾ എന്ന് പറയുന്നതും ആത്മാവാണ്, മനസ്സിലായോ? സ്പിരിറ്റ് എന്ന് പറയുന്നതും ആത്മാവാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഈവിൾ സ്പിരിറ്റ്, അശുദ്ധാത്മാക്കൾ അഥവാ പിശാചുക്കൾ. അപ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ബ്ലെസ്ഡ് ആർ ദ പുവർ, ദരിദ്രവാന്മാർ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ആത്മാവിൽ ദരിദ്രം, ആത്മാവിന് ദാരിദ്ര്യവും സമ്പത്തൊന്നുമില്ല, മനസ്സിലായോ? ആത്മാവ് വ്യവഹാരങ്ങളൊന്നും ഇല്ലാത്തതാണ് ആത്മാവ്. അപ്പോൾ പിന്നെ ആത്മാവിൽ ദാരിദ്ര്യവും അങ്ങനെയൊന്നും ഉണ്ടാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. അത് ആ വചനം ചെലുത്തുന്ന അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതാണ്. എന്ത്? ദരിദ്രർ ഭാഗ്യവാന്മാരെന്നാണ്, ബ്ലെസ്ഡ് ആർ ദ പുവർ. ആദ്യത്തെ ഡയലോഗ് ഇതാണ് യേശുവിൻ്റെ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് എൻ്റെ അപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരിക്കൽ ഭഗവാൻ ശിവൻ വസിഷ്ഠ മഹർഷിയോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: മഹാരോഗം കൊണ്ടുണ്ടാവുന്ന ദുഃഖമാണോ അതോ ദാരിദ്ര്യ ദുഃഖമാണോ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസം എന്ന് ചോദിക്കണേ. അപ്പോൾ വസിഷ്ഠൻ മഹർഷി പറയുന്ന മറുപടി ദാരിദ്ര്യ ദുഃഖമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ദാരിദ്ര്യ ദുഃഖ വിമോചകൻ ശിവൻ, ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആൾ. അങ്ങനെ ഒരു മന്ത്രമോ എന്തോ സ്തോത്രമോ എന്തൊക്കെയോ ഉണ്ട് എന്ന് അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ശാപമാണത്, അത് ബ്ലെസ്സിങ് ആണെന്നാണ് ഇവൻ പഠിപ്പിക്കണത് യേശു. എങ്ങനെയുണ്ട്? ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ. ആരോടാ പറഞ്ഞത്? ഈ മീൻപിടുത്തക്കാരോടാണ്. അവർ ഓൾറെഡി ദരിദ്രരാണ് അവർ, മനസ്സിലാവും. ഒരു നേരം അവർ മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ അവർ പട്ടിണിയാവും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറഞ്ഞത് ദരിദ്രവാന്മാർ ഭാഗ്യവാന്മാർ. പിന്നെ ബ്ലെസ്ഡ് ആർ ദ മീക്ക്. മീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അണ്ണിയൻ സിനിമയില്ലേ, അതിൻ്റെ അകത്ത് അമ്പി ക്യാരക്ടറില്ല, ബ്രാഹ്മണൻ, അതാണ് മീക്ക്. ആരെന്ത് ചെയ്താലും ഒന്നും ഇതില്ല, ഇങ്ങനെ ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടാണ്ടിരിക്കണം. അത് നപുംസകങ്ങളുടെ സ്വഭാവമാണത്. ഒരുതരം നപുംസകത്തിൻ്റെ ക്യാരക്ടറാണ് മീക്ക് എന്ന് പറഞ്ഞാൽ. അതായത് തിരിച്ച് പ്രതികരണശേഷി ഇല്ലാത്ത ആളാണ് മീക്ക്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നപുംസകങ്ങൾ ബ്ലെസ്ഡ് ആണെന്ന് പറയണം, മനസ്സിലായോ? പിന്നെ പറയാണ് ബ്ലെസ്ഡ് ആർ ദോസ് who are persecuted
ഇൻ മൈ നെയിം, ബിക്കോസ് ഓഫ് മീ, എൻ്റെ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അതായത് യേശു ശിഷ്യന്മാർ പറഞ്ഞ് അത് എൻജിനീയർ ചെയ്ത് കൊണ്ടുവരാനാണ്. അതായത് യേശുവിനറിയാം ഇവർ തല്ലി മേടിക്കാനുള്ള ആൾക്കാരാണെന്നറിയാം. യഹൂദരുടെ അടുത്ത് ചെന്നിട്ട് ഈ നസറേത്ത് നിന്ന് വരുന്ന യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടി കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യണേ. നിങ്ങൾ എന്നെ പ്രതി നിങ്ങളെ അവർ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. റിജോയ്സ്, ആനന്ദിപ്പിൻ. അതായത് ആൾക്കാർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിക്കണമെന്ന്. കാരണം നിങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരെയും അവരിതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്താ ഒരു കാരണം പറച്ചിൽ? അതായത് ഞാനൊരു സിനിമയിൽ ഒരു രാജാവിൻ്റെ മകനെന്നോ ഭൂമിയിലെ രാജാക്കന്മാർ എന്നും പറഞ്ഞ് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ അതിനകത്ത് ലാലേട്ടൻ പ്രസംഗിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ 1947 എന്താ ഉണ്ടായത്, പിന്നെ 67 എന്താ ഉണ്ട്, അത് തന്നെയല്ലേ ഈ 1980 നടന്നുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കൂലേ? അതേപോലത്തെ തന്ത്രമാണിത്. മനസ്സിലായോ? അതിനകത്ത് ഒരു അർത്ഥമില്ല അതിനകത്ത് ആക്ച്വലി. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ അവർ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ, ആനന്ദിപ്പിൻ. കാരണം നിങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരെയും അവരിതുപോലെ തന്നെ പീഡിപ്പിച്ചു എന്ന്. പക്ഷേ പ്രവാചകന്മാർ സന്തോഷിച്ചില്ല. പ്രവാചകന്മാരുടെ കരച്ചിലാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുഴുവനും കരച്ചിലാണ്. യെരമ്യ പ്രവാചകൻ്റെ, ഇസയ്യാ എല്ലാ പ്രവാചകനും നാട്ടുകാർ തല്ലി വശകേടാക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ അപ്പൻ്റെ വാക്ക് ആണല്ലോ ഈ പ്രവാചകന്മാർ പറയുന്നത്. ഈ പ്രവാചകന്മാരാണ് ഇപ്പോൾ യെരമ്യ പ്രവാചകൻ യഹോവയുടെ വാക്ക് കർത്താവ് അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞ് പറയണതാണ്. എന്താണ്? കുതിരയുടെ പോലെ നീളമുള്ള ലിംഗവും പിന്നെ കഴുതയുടെ പോലെ ബീജസ്രവണമുള്ള ജാരന്മാരെയും അവൾ മോഹിച്ചു എന്നൊക്കെ പറയുന്നത്. അത് കർത്താവ് അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞ് പ്രവാചകൻ പറയണേ. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തിയോട് പറയുമ്പോൾ നാട്ടുകാർ തല്ലു കൊടുക്കും. മനസ്സിലായോ? ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങളെ ശിഷ്യന്മാർ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണേ, നിങ്ങളവർ തല്ലിക്കൊല്ലുമ്പോൾ നിങ്ങൾ ആനന്ദിപ്പിൻ. കാരണം നിങ്ങൾക്ക് മുൻപേ ഇവർക്കിട്ടും തല്ല് കിട്ടിയിട്ടുണ്ട്, പ്രവാചകന്മാർക്കിട്ട് എല്ലാം തല്ല് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? അതായത് ഇവരെ ഈ തല്ല് കൊള്ളുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുക. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അങ്ങനെ പറയണം യേശു. മനസ്സിലായോ? നിങ്ങൾ എന്നെ പ്രതി നിങ്ങളെ നാട്ടുകാർ തല്ലിക്കൊല്ലുമ്പോൾ നിങ്ങൾ ആമോദിപ്പിൻ. കാരണം സ്വർഗരാജ്യത്തിൽ പ്രതിഫലം വളരെ വലുതായിരിക്കും. എങ്ങനെയുണ്ട്? നിങ്ങൾ എനിക്ക് വേണ്ടി ചത്താൽ, നാട്ടുകാരെ തല്ലുകൊണ്ട് ചത്താൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ലേ ഈ യേശു പറയുന്നത്. ലോകരക്ഷകൻ്റെ ഡയലോഗാണ് ഇത്. ശിഷ്യന്മാരോടൊക്കെ ഈ ഗുരുവിന് വേണ്ടി ചാകാൻ പറയുന്നത്. ഇതാണ് ഗുരു. ഇങ്ങനെയാണോ ഗുരു ഇരിക്കേണ്ടത്, പെരുമാറേണ്ടത്? ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ. മനസ്സിലായോ? അത് ഒരിക്കലും അച്ഛൻ പറയുമോ മക്കളോട് നിങ്ങൾ എനിക്ക് വേണ്ടി ചാകണമെന്ന് പറയുമോ? അച്ഛൻ ചാകും മക്കൾക്ക് വേണ്ടി. പക്ഷെ മക്കളോട് പറയുമോ നിങ്ങൾ എനിക്ക് വേണ്ടി ചാകണമെന്ന് പറയൂ? പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല. യേശു ഇവരെ പറഞ്ഞ് പറ്റിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കണതാണ്. അതായത് നിങ്ങൾ തല്ല് മേടിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ തല്ല് കൊള്ളുമ്പോൾ നിങ്ങൾ ആമോദിപ്പിൻ. കാരണം നിങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ ഇതുപോലെ തല്ലുകൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രവാചകന്മാരാരെങ്കിലും സ്വർഗത്തിൽ പോയോ? ഒറ്റ ആൾ പോയിട്ടില്ല. ദാനിയേലിനോട് പറയണേ, അവസാന നാൾ വരുന്നത് വരെ നീ ഇതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്ക്. അവസാന നാൾ വരുമ്പോൾ ഇതിൻ്റെ പൊരുളറിയാൻ പറ്റുള്ളൂ എന്ന് ദാനിയേലിനോട് പറഞ്ഞു. അതായത് ദാനിയേൽ പോലും ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല. ആദാം മുതൽ ഇന്ന് വരെയുള്ള ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോയിട്ടില്ല. പക്ഷേ 2000 വർഷമായി സ്വർഗരാജ്യം ഇതാ തൊട്ടരികെ
നിങ്ങൾക്കൊരു കാര്യം അറിയോ, ബൈബിൾ അവസാനിക്കുന്നത് യെസ് ഐ ആം കമ്മിങ് സൂൺ എയ്മൻ എന്നും പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. അതായത് ഞാൻ ഇതാ വേഗം വരുന്നു ആമേൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ബൈബിള് വെളിപാട് പുസ്തകം 22-ാം അധ്യായം അവസാനത്തെ വാക്കാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് 2000 വർഷമായി അത് എഴുതിയിട്ട്. പക്ഷേ ഇപ്പോഴും ക്രിസ്ത്യാനികൾ എല്ലായിടത്തും എഴുതി വെക്കും ഹീ ഈസ് കമ്മിങ് സൂൺ, ജീസസ് ഈസ് കമ്മിങ് സൂൺ. അന്നും പറയുമായിരുന്നു കമ്മിങ് സൂണെന്ന്, ഇന്നും പറയും കമ്മിങ് സൂണെന്ന്. ഈ സൂണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വാക്കിനൊരർത്ഥം ഉണ്ടോ സൂണെന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇങ്ങനെയാണ് മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് യേശു പറയും ഡു നോട്ട് തിങ്ക് ദാറ്റ്, അത് 17-ാം വാക്യമാണ് ഇനി പറയുന്നത്. ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു ഡു അവേ വിത്ത് ദ ലോ ഓഫ് മോസസ്. ഞാൻ വന്നിരിക്കുന്നത് മോശയുടെ നിയമപുസ്തകമൊക്കെ നിരാകരിക്കാനല്ല, അത് തെറ്റാണെന്ന് പറയാനല്ല, അതില്ലാതാക്കാനല്ല, ബട്ട് ടു ഫുൾഫിൽ ദം, അത് പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും വരെ ഈ പ്രവാചകരുടെ പഴയ നിയമത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ, ഒരു വാക്കോ ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറ്റപ്പെടുകയില്ല. നോട്ട് ഈവൻ ദ സ്മോളസ്റ്റ് ലെറ്റർ എന്നാണ് പറഞ്ഞത്. ഒരു ചെറിയൊരു അക്ഷരം പോലും അതിൻ്റെ അകത്ത് മാറ്റപ്പെടുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എവിടെ? മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങണേണോ എല്ലാം മാറ്റണേണ് അങ്ങോട്ട്. അത് പറയലും പിന്നെ അങ്ങോട്ട് മാറ്റലുമാണ് കംപ്ലീറ്റ്. ഇത് പറയലും പിന്നീട് ഓരോന്നോരോന്നായിട്ട് പറയണേ. മനസ്സിലായോ? നിങ്ങൾ ഫൂൾസ് എന്ന് വിളിക്കരുത്, ആരെയും ഫൂളെന്ന് വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? കാരണം ഫൂളെന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ നരകാഗ്നിക്ക് ഇരയാകും എന്നാണ് പറയുന്നത്. ഫൂളെന്ന് വിളിക്കുന്ന ആൾക്കാർ നരകത്തിൽ പോകും എന്നാണ് യേശു പറയണത്. പക്ഷേ യേശു പറഞ്ഞാൽ അതുകൊണ്ട് നരകത്തിൽ പോകാതിരിക്കാൻ നിങ്ങൾ ഫൂളെന്ന് വിളിക്കരുത്, മറ്റുള്ളവരെ വിഡ്ഢിയെന്ന് വിളിക്കരുത് എന്നാണ് യേശു പറയണത്. പക്ഷേ യേശു തന്നെ വിളിക്കുന്നുണ്ട് ഫൂളെന്ന്. ഒരാളെ അല്ല, രണ്ടുപേരെ. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ലൂക്കായുടെ പുസ്തകത്തിൽ വാക്ക് ടു എമ്മാവൂസ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലുള്ള ഒരു കഥയുണ്ട്. എമ്മാവൂസിലേക്കുള്ള നടത്തം. അത് യേശു ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റു എന്നാണല്ലോ പറയണത്. ഈ ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റ് യേശു എൻ്റെ കല്ലറയിലേക്ക് മഗ്ദലന മറിയാണ് ആദ്യം വരുന്നത്. മഗ്ദലന മറിയ വരുമ്പോൾ തന്നെ അവൾ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ കല്ലറയുടെ വാതിൽ ആരോ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് പോലെ കാണാൻ. അപ്പോൾ തന്നെ ഇവൾ ഓടിപ്പോവും. ആരെടുത്തോട്ട്? ശിഷ്യന്മാരുടെ അടുത്തോട്ട്. എന്നിട്ട് 2 ശിഷ്യന്മാർ വരണേ, നമ്മുടെ പത്രോസും യോഹന്നാനും. സ്പ്രിൻ്റ് അടിക്കണേ. അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവസാന അത്താഴം നടന്ന സ്ഥലമില്ലേ അവിടെ നിന്ന്, ആ വീട്ടിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇവർ മാത്രമല്ല, ഈ 11 ശിഷ്യന്മാർ മാത്രമല്ല, ഗലീലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സകല വേശ്യാസ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു ഈ ബാച്ചിലേഴ്സ് പാർട്ടിക്ക്. പിന്നെ കുറേ ഈ മഗ്ദലന മറിയ ഉണ്ടായിരുന്നു. കാരണം മഗ്ദലന മറിയ ഇവിടെ നിന്നാണല്ലോ വരുന്നത്. കാരണം ബൈബിളിൽ പറയുന്നത് അവൾ തിരിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ശിഷ്യന്മാരുടെ അടുത്തോട്ട്. അപ്പോൾ അവിടെ നിന്നാണ് അവൾ വന്നത്, അതുകൊണ്ടാണ് തിരിച്ചു പോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം പത്രോസും യോഹന്നാനും വരും, എന്നിട്ട് അവർ തിരിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ വന്ന സ്ഥലത്തോട്ട് തന്നെ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ദേ റിട്ടേൺഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന അത്താഴം എവിടെ വെച്ചാണോ നടന്നത് ആ റൂമിൽ, ആ വീട്ടിലാണ് ഇവർ എല്ലാവരും. മനസ്സിലായോ? കാരണം വ്യാഴാഴ്ച രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തല്ലോ അർദ്ധരാത്രി. അപ്പോൾ എല്ലാവരും ഓടി, തുണി പോലും ഇടാണ്ട് ഓടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പിന്നെ എങ്ങോട്ട് പോയി? അവരിങ്ങനൊരു ചോദ്യമല്ലേ, ഈ ശിഷ്യന്മാരെങ്ങോട്ട് പോയി? അവരെങ്ങനെ ഈ ജെറുസലേമിൽ എങ്ങനെ നിൽക്കും? യേശുവിൻ്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ പൊക്കും. പത്രോസ് പറയുന്നുണ്ടല്ലോ 3 പ്രാവശ്യം പത്രോസിനെ കാണുമ്പോൾ അവിടെയുള്ള യഹൂദർ ചോദിക്കട്ടെ, നീ ഈ നസ്രായൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അപ്പോൾ തന്നെ പത്രോസ് തള്ളിപ്പറയും, അയ്യോ എനിക്ക് അവനെ അറിയാനേ പാടില്ലെന്ന് പറയും.
ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്ന് പറയണ 3 പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നത് പേടിയാണ് കാണിക്കുന്നത്, യഹൂദരോടുള്ള പേടി. അപ്പോൾ പിന്നെ ഇവർ എവിടെ താമസിച്ചു? ഈ പേടിത്തൂറന്മാർ എവിടെ പോയി താമസിച്ചു? അത് യേശു അവസാന അത്താഴം നടത്തിയ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അവിടെയാണ് യേശു ഇവരെ കാണുന്നതും. വെളുപ്പിന് ഞായറാഴ്ച അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട് ബൈബിള്. അപ്പോൾ മഗ്ദലന മറിയം വരുമ്പോൾ ഇങ്ങനെ ഈ ഡോറ്, ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡോറുണ്ടായിരുന്നു യേശുവിനെ കിടത്തിയിരുന്ന കല്ലറയ്ക്ക്. അപ്പോൾ അത് ഉരുട്ടി മാറ്റിയിരിക്കുന്ന കണ്ടിട്ട് ഇവൾ തിരിച്ചു പോയിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോയി. അപ്പോൾ തന്നെ അവിടെ നിന്ന് പത്രോസും യോഹന്നാനും മഞ്ഞൻ രണ്ടുപേരും കൂടി സ്പ്രിൻ്റ് അടിക്കണേ. നേരം വെളുത്ത് വരണമല്ല ഇപ്പം, അത് മനസ്സിലാക്കണം, സമയം മനസ്സിലാക്കണം. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ സ്ഥലം ഏതാണെന്ന് അറിയണം, സമയം എത്രയെന്നറിയണം, മനസ്സിലായോ? എന്നാലേ പിക്ചർ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് സമയത്തിനെ കുറിച്ച് പറയണം. അപ്പോൾ നേരം മഗ്ദലന മറിയ വന്നപ്പോൾ തന്നെ നേരെ ഇരുട്ടിയിരിക്കണമായിരുന്നു. ബിഫോർ ഇറ്റ് വാസ് ഡോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. നേരം പുലരുന്നതിന് മുമ്പേ മഗ്ദലന മറിയ വന്നിട്ട് ഇവർ താമസിക്കണം, അതായത് ജെറുസലേമിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. ജെറുസലേം നഗര കവാടത്തിന് അടുത്തുള്ളൊരു വീടാണിത്. അങ്ങനൊരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നഗര കവാടത്തിന് അടുത്തുള്ള വീടാണെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പത്രോസും യോഹന്നാനും വന്നത്. ഓക്കെ, എന്നിട്ട് യേശുവിൻ്റെ കല്ലറയിൽ പോയി നോക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി അകത്തോട്ട് കയറി നോക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നത് യേശുവിനെ പൊതിയാൻ ആയിട്ട് അരിമത്യ ജോസഫും നിക്കോദാമസും വന്നായിരുന്നല്ലോ. അവർ പൊതിഞ്ഞ് വെച്ച ആ തുണി അതഴിച്ച് ചുരുട്ടി എവിടെയോ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. യേശു ഇല്ല അവിടെ. യേശുവിനെ പൊതിഞ്ഞിരുന്ന ഡെഡ് ബോഡി പൊതിഞ്ഞിരുന്ന തുണി മാത്രമുണ്ട്. അപ്പോൾ ഇവരിത് കണ്ടിട്ട് എന്ത് സംഭവിച്ചു, ആരോ യേശുവിൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിച്ച് ഇവർ തിരിച്ചു പോണേ. തിരിച്ചിവർ പോകലും മഗ്ദലന മറിയം അവിടെ തന്നെ കല്ലറയിൽ ഈ ഡോറിൻ്റെ അവിടെ കൂടി അകത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ തന്നെ യേശു സംസാരിക്കണേ. കല്ലറയുടെ അകത്ത് ഒരു ആളെ കാണുന്നു. ഓക്കെ, കല്ലറയുടെ അകത്ത് ഒരാളെ കാണുന്നു. അപ്പോൾ തന്നെ അയാൾ മാലാഖയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മഗ്ദലന മറിയനോട് ചോദിക്കണേ, അപ്പോൾ മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ടിരിക്കണേ. യേശുവിൻ്റെ ലവറാണല്ലോ, ഭയങ്കര ദുഃഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കണേ ഇയാൾ. മനസ്സിലായോ? ഒരു യുവാവിനെ കണ്ടു എന്നാണ്, മാലാഖ എന്നല്ല, ഒരു ചെറുപ്പക്കാരനെ അവിടെ നിൽക്കണ കണ്ടു എന്നാണ് ഗുഹടകത്ത്. അപ്പോൾ തന്നെ മഗ്ദലന മറിയ പറയണേ, എന്താണ്, എൻ്റെ ഗുരുവിനെ ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ട് പോയി, എങ്ങോട്ട് കൊണ്ടുപോയെന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് പറയണേ. അപ്പോൾ തന്നെ മഗ്ദലന മറിയ തിരിഞ്ഞു എന്നാണ് പറയണത്. തിരിഞ്ഞു, ഒന്നും കൂടി ഷീ ടേൺഡ്, തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ യേശുവിനെ കാണേൻ. പക്ഷേ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്ങനെയുണ്ട് പരിപാടി? അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത്, ഓക്കെ, അയാൾ നിങ്ങളെ എല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും പകലും അന്ത്യവും വരെ എല്ലാ ദിവസവും ഫുൾ ടൈം നിങ്ങൾ അയാളുടെ കൂടെ ചിലവഴിക്കുന്ന ആളാണ്. പെട്ടെന്ന് അയാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കണേ. പക്ഷെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവണില്ല. ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, നിങ്ങൾക്ക് ആളെ മനസ്സിലാവാത്തത്? എന്താ മനസ്സിലാവാത്തത്? കാരണം അയാൾ വന്നത് നിങ്ങൾക്ക് പരിചിതമായ രൂപത്തിലായിരുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് മഗ്ദലന മറിയക്ക് മനസ്സിലാകുന്നത്. ബൈബിൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് ജീസസ് ബട്ട് ഷീ തോട്ട് ഇറ്റ് വാസ് ഗാർഡനർ. അവൾ വിചാരിച്ചു ഇതൊരു ഗാർഡനറാണെന്ന് അവൾ വിചാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ അത് യേശു ആയിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗാർഡനർ ചോദിക്കണേ, എന്താണ് നീ കരയണത്? ഒന്നും അറിയാത്ത പോലെ യേശുവിനെ അറിയാമല്ലോ എന്തിനാണ് കരയണമെന്ന്. മഗ്ദലന, നീ ആരെയാണ് തേടുന്നത്? അപ്പോൾ തന്നെ മഗ്ദലന പഴയ ഡയലോഗ് അടിക്കും. അതായത് ശിഷ്യന്മാരോടും ഇത് തന്നെ പറയണത്, ആരോ ഇവന് ബോഡി എടുത്തുകൊണ്ട് പോയി, ആരാ കൊണ്ടുപോയിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കണേ, മേരി എന്നൊരു സൗണ്ട് കേൾക്കണേ. അത് മഗ്ദലന വിളിക്കണേ, മറിയന. മനസ്സിലായോ? മഗ്ദലന മറിയന. അപ്പോൾ തന്നെ ഇവളൊന്നും കൂടി തിരിഞ്ഞു പറയുമ്പോൾ നേരത്തെ ഈ യേശു കിടന്ന കല്ലറയിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് പുറകിൽ നോക്കുമ്പോഴാണ് ഗാർഡനറിൻ്റെ വേഷത്തിൽ യേശു
ഈ കല്ലറ ഇരിക്കുന്ന ഒരു ഗാർഡനിലാണ് എന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. മനസ്സിലായോ? അപ്പോൾ ഇവളോർത്ത് ഇത് ഗാർഡനറാണെന്ന് ഓർത്തു. പക്ഷേ ഗാർഡനറായിരുന്നില്ല, യേശു തന്നെയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട്. ഈ യേശു എന്തിനാണ് ഈ കള്ളക്കളി കളിക്കുന്നത്? എന്തിനാണ് ഗാർഡനറിൻ്റെ വേഷത്തിൽ വന്നെ? എന്തിനാണ്? ഉള്ള മാതിരി വന്നാൽ പോരെ, യേശുവാണെന്ന് പറഞ്ഞാൽ പോരെ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണം എന്തിനാണ്? അപ്പോൾ മഗ്ദലനയും യേശുവായിട്ട് സംസാരം വരെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മഗ്ദലനെ തിരിച്ചറിയുന്നില്ല ഇത് യേശുവാണെന്ന്. അതായത് മറ്റേ നാടോടിക്കാറ്റിൽ ഈ ശ്രീനിവാസൻ പറയില്ലേ, രൂപത്തിൽ മാത്രമല്ല സാർ, ഭാവത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സാർ എന്ന് പറയില്ലേ. അതേപോലെ തന്നെ യേശു രൂപത്തിലും മാത്രമല്ല സംസാരത്തിലും ശബ്ദം മാറ്റിയാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് മഗ്ദലനക്ക് മനസ്സിലായത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ശബ്ദം നിങ്ങൾ തിരിച്ചറിയില്ലേ? എന്താ ഈ പറയണേ? തീർച്ചയായിട്ടും തിരിച്ചറിയും. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ അച്ഛനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് സ്വയം ശബ്ദം മാറ്റി പറഞ്ഞേ. മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് യേശു ഇങ്ങനെ ശബ്ദം മാറ്റി സംസാരിക്കണേ മഗ്ദലനോട്? അത് നമുക്കറിയണ്ടേ? അതറിയാൻ വളരെ നിസ്സാര കാര്യമാണ് അതറിയാനായിട്ട്. അതറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി, കംപ്ലീറ്റ് കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ യേശു ഗാർഡനറിൻ്റെ വേഷത്തിൽ വന്നു, തോട്ടക്കാരൻ്റെ വേഷത്തിൽ വന്നു, വേറെ ശബ്ദത്തിൽ മഗ്ദലനോട് സംസാരിച്ചു. അതേ സമയത്തിൽ തന്നെ യേശുവിൻ്റെ വേഷത്തിലും പിന്നെ ശബ്ദവും യേശുവിൻ്റെ മഗ്ദലനക്ക് പരിചിതമായ ശബ്ദത്തിലാണ് യേശു സംസാരിച്ചിരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേ? അവിടെയാണ് എൻ്റെ കീയിരിക്കണത്. അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇത് മാറ്റി പറഞ്ഞത്. മാറ്റി വേറെ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നത് അതുകൊണ്ടാണ്. അതെന്ത് സംഭവിച്ചേനെന്ന് ചോദിച്ചാൽ, പത്രോസും യോഹന്നാനും ദാണ്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഇതിരിക്കണത്. ഈ കുന്ന് ഇറങ്ങണുള്ളൂ. ഇത് 1 മിനിറ്റിനുള്ളിൽ സംഭവിക്കണം. പത്രോസ് പോയി കഴിഞ്ഞിട്ട് 1 മിനിറ്റിനുള്ളിൽ നടക്കണ കാര്യമാണിത്. പത്രോസും യോഹന്നാനും ഇവിടെ വന്നിട്ട് കുഴിയിൽ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കിയിട്ട് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നടക്കണ കാര്യമാണിത്. അപ്പോൾ പത്രോസും യോഹന്നാനും അങ്ങോട്ട് പോകണേ ഉള്ളൂ. ഒരു വിളിപ്പാടകലാണ് പത്രോസും യോഹന്നാനും. അപ്പോൾ യേശുവിൻ്റെ രൂപത്തിൽ തന്നെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, മഗ്ദലന അവരെ തിരിച്ചു വിളിക്കും, പത്രോസിനെ യോഹന്നാനും തിരിച്ചു വിളിക്കും. ദേ യേശു വന്നേക്കണേ, കമോൺ എന്ന് പറയും. മനസ്സിലായോ? അത് തടയാൻ വേണ്ടിയിട്ടാണ് രൂപം മാറി, വേഷം മാറി, ശബ്ദം മാറ്റി യേശു സംസാരിച്ചത്. ഓക്കെ. പത്രോസും യോഹന്നാനും തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സുഹൃത്താണെന്ന് കരുതുക, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഉള്ള ഒരാളാണ്, നിങ്ങളൊരു ബെസ്റ്റ് ബഡിയാണെന്ന് കരുതുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചത്തുപോയി. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ, നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ രാത്രി മുള്ളാനായിട്ട് മുറ്റത്തിറങ്ങിയപ്പോൾ ഞാൻ വന്ന് വിളിക്കുക, ഹലോ എന്ന് പറഞ്ഞ് വിളിക്കണേ. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടതാണ് ഞാൻ ചാകണത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യണം എന്തായിരിക്കും? തൊട്ട് നോക്കും. മനസ്സിലായോ? അതാണ് അതിൻ്റെ സംഭവം. തൊട്ട് നോക്കിയിട്ട് ഇത് എന്താ പറയുക, ഒരു 2 ഡൈമെൻഷൻ ഒരു പിക്ചറല്ല, ഇതിന് കനവുമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് നോക്കും. മനസ്സിലായോ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് യേശു പറയണത് എന്താണ്? ഡയലോഗ് എന്താണ് യേശു പറയണത്? മഗ്ദലന മറിയത്തിൻ്റെ അടുത്ത് മറിയേ എന്നും പറഞ്ഞ് വിളിക്കണുണ്ടല്ല. അപ്പോൾ തന്നെ റബ്ബോനി, ഓ മൈ ടീച്ചർ. വേശ്യ പറയണേ യേശുവിൻ്റെ അടുത്ത് ടീച്ചർന്ന്. വേശ്യയുടെ ടീച്ചറാണ് യേശു. മനസ്സിലായില്ലേ? ഇത് അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ റബ്ബോനി എന്നും പറഞ്ഞ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് നോക്കാൻ പോവില്ലേ? അപ്പം തന്നെ യേശുവിൻ്റെ ആദ്യത്തെ ഡയലോഗ്, യേശുവിൻ്റെ വേഷത്തിൽ വരുമ്പോൾ, ആ രൂപത്തിലും ഭാവത്തിലും വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഡയലോഗ് യോഹന്നാൻ്റെ പുസ്തകത്തിലുള്ളത്, ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ എന്നാണ് പറയുന്നത്. എന്നെ തൊടരുത്, കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. എന്തൊരു കള്ളമാണ് പറയണത്. കാരണം അത് എന്ന് വെച്ചാൽ പിതാവിൻ്റെ അടുക്കൽ പോയി എന്നല്ല, പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണെന്ന് പറയാൻ കാരണമുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുരിശി കിടന്ന് മരിക്കുമ്പോൾ എന്താ പറഞ്ഞത് യേശു? ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കുമെന്ന്. അപ്പോൾ വെള്ളിയാഴ്ച തന്നെ പറുദീസയിൽ പോയിട്ടുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം?
പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ നുണയല്ലേ. അത് മാത്രമല്ല, ആ ഡയലോഗ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മുടിന്ന് ആരുടെ കീറി നോക്കാം. ഇപ്പോൾ അതൊന്നുകൂടി ആവർത്തിക്കാം. അതായത് ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ. എന്നെ തുടരുത് കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ധ്വനി എന്താണെന്ന് വെച്ചാൽ എന്നെ തുടരുതെന്നല്ല, ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, അത് കഴിഞ്ഞ് നീ തൊട്ടോ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അല്ലാണ്ട് വേശ്യനോട് യേശുവിനെ തുടരുതെന്നല്ല യേശു പറഞ്ഞത്. മനസ്സിലായേ? നീക്ക് തൊടാം, ഞാൻ ആദ്യം പിതാവിൻ്റെ അടുക്കൽ പോട്ടെ എന്നായിരിക്കും. ബട്ട് ഇതൊരൊറ്റ ഡയലോഗാണ്. ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ, ബട്ട് ഗോ ടു മൈ ബ്രദറൻ and tell them that I am going to my father, to their father, to my God, to their God. ഇത്രയും ഡയലോഗുകൾ യേശു പറയുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും ഡയലോഗ് പറയുമ്പോഴേക്കും ഈ യോഹന്നാനും പത്രോസും വിളിപ്പാടകലെ എന്നുള്ളത് മാറി, അവർ ദൂരെയായി, പിന്നെ അവരെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യണത്. ടൈം ലാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പണി ചെയ്യണത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് യേശു സംസാരിക്കണത്. ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ, ബട്ട് ഗോ ടു മൈ ബ്രദറൻ. എൻ്റെ ബ്രദറന്മാരോട് പറയുക, എൻ്റെ ശിഷ്യന്മാരോട് പറയുക ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തിനാണ് ഈ മഗ്ദലന മറിയനോട് പറയണത്? എന്തിനാണ്? ഈ ശിഷ്യന്മാരല്ലേ കുറച്ച് മുമ്പ് അവിടെ വന്നത്, ഗുഹയിൽ വന്നത്, അവരോട് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ പോരെ? ഇവിടെയാണ് നിങ്ങൾ പിശാചിൻ്റെ കണ്ണിങ്നെസ്സിൻ്റെ ഡെപ്ത് മനസ്സിലാക്കേണ്ടത്. അതായത് അവർ പുരുഷന്മാരാണ്, സ്ത്രീകളെ പോലെ. ഒരു സ്ത്രീയോട് നമുക്ക് പറയാം എൻ്റെ ദേഹത്ത് വിടാൻ നിൽക്കരുതെന്ന് പറയാം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും പറയാം. പക്ഷെ അതേപോലെ ഒരു പുരുഷനോട് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീനോടും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ യേശു പ്രയോഗിക്കണ തന്ത്രം എന്താണ്? അതേ ശിഷ്യന്മാരോട് തന്നെ മെസ്സേജും കൊടുത്തു വിടണേ. കുറച്ച് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ട്, അപ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ഒരു സംഭവമുണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അയാൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, അയാൾ നേരിട്ട് കൊടുത്താൽ മതി. പക്ഷേ അയാൾ പോയി കഴിയുമ്പോൾ നിങ്ങളത് അയാൾക്ക് പോസ്റ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടാവും സംഭവം? എങ്ങനെ ഉണ്ടാവും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കും, മാനസികമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കള്ളക്കളികളുണ്ടാവും. ആ കള്ളക്കളി എന്താണെന്നും കൂടി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ വഴിമാറി ഒരുപാട് പോയി. പക്ഷേ അങ്ങനെയാണിത്. ഇത് ഒരു കാര്യം വ്യക്തമാക്കണമെങ്കിൽ വേറൊരു പുസ്തകത്തിൽ വേറൊരു കാര്യം പറയാം. മത്തായിയുടെ പുസ്തകം ലൂക്കിൻ്റെ പുസ്തകത്തിലോട്ട് മാറി നമ്മൾ. അപ്പോൾ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ യേശു പറയുന്നത് എന്നെ തുടരുത്, പക്ഷേ എൻ്റെ ശിഷ്യന്മാരോട് ചെന്ന് പറ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണേണ് എന്ന് പറയാൻ പറഞ്ഞേ. അപ്പോൾ യേശു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകണം. വേണ്ടേ? പിന്നെ ശിഷ്യന്മാരുടെ അടുത്തോട്ട് പോകാൻ പാടില്ല. ശിഷ്യന്മാർ വന്നിട്ട് കാണാൻ കൂട്ടാക്കത്തല്ലേ യേശു. കാരണം ശിഷ്യന്മാർ വരുമ്പോൾ യേശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ ഇല്ല, അത് യേശു ഓൾറെഡി ഉയർത്തി കഴിഞ്ഞു. യേശു അവിടെ ഗാർഡനിൽ വേട്ടക്കാരൻ്റെ വേഷത്തിൽ ഇപ്പോൾ ഉണ്ടല്ലേ, തോട്ടക്കാരൻ്റെ വേഷത്തിൽ ഇല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ശിഷ്യന്മാരോട് പറയാനായിട്ട് മെസ്സേജ് കൊടുത്തു വരുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഭയങ്കര കണ്ണിങ്നെസ്സാണ്. എൻ്റെ അപ്പൻ പറയുന്നത് യേശുവിനെ ചിലപ്പോൾ വിളിക്കുന്നത് ഈവിൾ ജീനിയസ് എന്നാണ് വിളിക്കണം. ഈവിൾ ജീനിയസ്, അതാണ് ജീസസ് എന്ന് പറഞ്ഞാൽ ഈവിൾ ജീനിയസാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അടുത്ത സെൻറ്റൻസ് എഴുതിയേക്കണം. അവൾ നേരെ പോയി ശിഷ്യന്മാരുടെ അടുത്ത് പോയി യേശു പറഞ്ഞ കാര്യം പറഞ്ഞു എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ യേശു പറഞ്ഞെന്താ? യേശു പറയാൻ പറഞ്ഞ കാര്യമുണ്ട്, പറഞ്ഞ കാര്യമുണ്ട്. 2 കാര്യമുണ്ട് എൻ്റെ അത്. ഒന്നാമത്തെ കാര്യം ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ. പക്ഷേ അങ്ങനെ ശിഷ്യന്മാരോട് പോയി പറയാൻ പറഞ്ഞിട്ടില്ല. ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ എന്ന് പറഞ്ഞിട്ടില്ല. ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞത് ബട്ട് ഗോ ആൻഡ് ടെൽ മൈ ബ്രദർ ദാറ്റ് ഐ ആം ഗോയിങ് ബാക്ക് ടു മൈ ഫാദർ. എൻ്റെ ശിഷ്യന്മാരോട് നീ പോയി പറ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകണേ. ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് മഗ്ദലനോടാണ് പറഞ്ഞിട്ടുള്ളത്. ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞങ്ങനെ, മനസ്സിലായോ? പക്ഷേ മഗ്ദലന പോയി ഈ കാര്യം പറയുമ്പോൾ ഈ ടച്ച് മീ നോട്ടെന്ന് പറഞ്ഞ കാര്യവും പറയാതിരിക്കില്ല. ഓക്കെ, കാരണം അത് മനുഷ്യ സ്വഭാവമാണ്.
ഇതെല്ലാ വിവരങ്ങളും പറയും. ഒന്നാമത് പെണ്ണാണ്, എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ യേശു പറയാൻ പറഞ്ഞ കാര്യവും മഗ്ദലേന പറഞ്ഞ കാര്യവും നിങ്ങൾ മനസ്സിലാക്കൂ. മഗ്ദലേന എന്താണ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്കതൊന്നും ഭാവനയിൽ കാണാം. നോക്കൂ, ഒരു കുറ്റാന്വേഷണം എന്ന് പറഞ്ഞാൽ ഭാവന എന്ന് പറയണത് അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. കാരണം നമ്മൾക്ക് തെളിവൊന്നും കിട്ടാതെ ഒന്നും ഇരുട്ടി തപ്പുമ്പോൾ നമ്മൾ ഭാവനയിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ യേശു പറയണേ, എൻ്റെ ശിഷ്യന്മാരോട് എന്ന് പറ. അപ്പോൾ അത് പറയാനായിട്ട് മറിയ പോയി. മറിയ എന്തൊക്കെ പറയും? മറിയ പറയും, ഓഫ് കോഴ്സ് നിങ്ങളോട് ഒരു മെസ്സേജും എനിക്ക് യേശു തന്നിട്ടുണ്ടായിരുന്നു. അതിതാണ്, ജീസസ് ഈസ് ഗോയിങ് ബാക്ക് ടു ഹിസ് ഫാദർ. അവൻ അവൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണേണ്. അത് നിങ്ങളോട് വന്ന് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കണത്. പക്ഷേ മറ്റേ കാര്യം പറയും, ഞാൻ അവനെ ടച്ച് ചെയ്ത് നോക്കി. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ചത്തുപോയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കഥ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കണത്, അവനാരെങ്കിലും തൊട്ട് നോക്കിയാൽ അവൻ ശരിക്കും ജീവനുള്ളവൻ തന്നെയാണോ, മനുഷ്യൻ തന്നെയാണോ, അല്ലെങ്കിൽ ഈ യക്ഷിയുടെ പോലത്തെ ഒരു രൂപമാണോ അവന്? തൊട്ട് നോക്കിയാൽ എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ മഗ്ദലേന മറിയ വന്നിട്ട് യേശുവിനെ ഞാൻ കണ്ടു, യേശു എൻ്റെ മുമ്പിൽ വന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്, തൊട്ട് നോക്കിയിട്ടുണ്ടാന്ന്. ഇനി അവർ ചോദിച്ചില്ലെങ്കിലും മഗ്ദലേന പറയൂലേ, അവൻ എന്നോട് പറഞ്ഞു എന്നെ തുടരുത്, കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ, യേശുവിൻ്റെ ആ ഡയലോഗ് യോഹന്നാൻ്റെ പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യമാണെന്നാണ്. അവിടെ യേശു പറയുന്നത്, എന്നെ തുടരുത്, കാരണം ഞാൻ ഇതുവരെ ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ. അങ്ങനെ പറയണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, യേശു പിതാവിൻ്റെ അടുത്തേക്ക് പോകണവരെ യേശുവിനെ ആരും തൊടാൻ പാടില്ല. അപ്പോൾ തീർന്നില്ലേ? ഗോസ്റ്റായില്ലേ? അതായത് ചത്തുപോയിട്ട് ഞാൻ നിങ്ങളുടെ രണ്ടാമത് ഗോസ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ, മനസ്സിലായോ? വന്നിട്ട് ആദ്യം നിങ്ങളോട് പറഞ്ഞ ഡയലോഗ്, എന്നെ തൊട്ട് നോക്കാൻ പാടില്ല കേട്ടോ, ഞാൻ ഗോസ്റ്റൊന്നുമല്ല, ഞാൻ ശരിക്കും റിയലാണ്, പക്ഷെ എന്നെ തൊടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ അവിടെ നിന്ന് കണ്ടോ? മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ അതിന് എന്തുമാത്രം വിശ്വാസ്യതയാണുള്ളത്, ഇല്ലേ? അപ്പോൾ അതാണ് ഈ യോഹന്നാൻ്റെ പുസ്തകത്തിലും പിന്നെ ഈ ലൂക്കായുടെ പുസ്തകത്തിൽ ഈ എമ്മാവൂസിലോട്ട് നടന്നു പോയ ആൾക്കാരുടെ കഥ. അപ്പോൾ അതിൽ നിന്നുള്ള ഇങ്ങോട്ട് വന്നത്. അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, മഗ്ദലേന ചെന്ന് അവരോട് വിവരവും പറഞ്ഞു, യേശുവിനെ ഞാൻ കണ്ടു, എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകണമെന്നും പറഞ്ഞ് യേശു അവരോട് പറഞ്ഞു. അവരോട് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചു, അത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത ഇതെന്താ അറിയോ? അടുത്തത് കാണുന്നുണ്ടെങ്കിൽ ഇത് യോഹന്നാൻ്റെ പുസ്തകമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ലൂക്കിൽ വരണം. ലൂക്കിലാണ് അടുത്തുള്ളത്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ അവസാന അത്താഴം നടന്ന ഈ ക്യാബറെ റൂം, അവിടെ എല്ലാവരും കൂടി ഇരിക്കണേ. അപ്പോൾ ക്ലയോപ്പാസ് എന്നും പറഞ്ഞ് ഒരാൾ, അത് ഈ 12 പേരിലുള്ളതല്ല, പക്ഷേ അയാൾ യേശുവിൻ്റെ ശിഷ്യനാണ്. പിന്നെ വേറൊരു ശിഷ്യനും, അങ്ങനെ 2 പേരും കൂടി ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഉച്ചയാകുമ്പോൾ. അതുവരെ എല്ലാവരും കൂടി ഇരിക്കണേ. അപ്പോൾ ഈ 2 ആൾക്കാരും കൂടി എമ്മാവൂസിലോട്ട് പോണേ. എമ്മാവൂസ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ബൈബിൾ പറയുന്ന ലൂക്കായുടെ പുസ്തകം 24-ാം അധ്യായം, അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്നത്, ഈ എമ്മാവൂസ് എന്ന് പറയണത് ഒരു 7 മൈൽ ദൂരം ഉണ്ടെന്നാണ് പറയണത്. എവിടെ നിന്ന്? ഇവരിയ്ക്കണേ ജെറുസലേമിലെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഈ 2 പേരും കൂടി ഉച്ച കഴിയുമ്പോഴേക്കും നടക്കണേ, ഉച്ച കഴിയുമ്പോൾ വെയിലൊന്ന് ആറിക്കഴിയുമ്പോൾ നടക്കണേ. അപ്പോൾ ഇവർ 2 പേരും കൂടി നടക്കുമ്പോൾ ദേ യേശു വരണം അവരുടെ കൂടെ. പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെന്നും പറഞ്ഞ് പോയ ആൾ ദേ എമ്മാവൂസിലോട്ട് പോകണ 2 പേരുടെ കൂടെ പോകണം. അപ്പോൾ ഇവരുടെ പിതാവ് ഇരിക്കണ എമ്മാവൂസിലാണോ? ആണോ? യേശു എന്താണ് എമ്മാവൂസിലോട്ട് പോകണത്? യേശു എമ്മാവൂസിലോട്ട് പോകണമെന്നല്ല, മനസ്സിലായോ? യേശുവിന് ഈ 2 ആൾക്കാരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ഇവരുടെ അടുത്ത് വന്നേക്കണം. പക്ഷേ ഇവർ യേശുവിനെ കണ്ടിട്ടുള്ള ആളുകളാണ്, അത് മനസ്സിലാക്കണം. പക്ഷേ ഇവർ വന്ന്
യേശു ഇവരുടെ കൂടെ വന്ന് ഇവർ നടക്കണേ മൗസിലോട്ട് പോണ വഴിയിൽ ഇവരുടെ കൂടെ യേശു നടക്കണേ. നടക്കുമ്പോൾ ഇവർ പറയണേ എന്തെന്ന്, അതായത് യേശു ചോദിക്കണേ. അപ്പോൾ അവിടെ എഴുതിയേക്കണേ, ബൈബിളിൽ എഴുതിയേക്കണേ, അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. ദേ തോട്ട് ഹി വാസ് എ ഫോറിനർ. അവനൊരു വിദേശിയാണ്, പരദേശിയാണെന്ന് അവർ വിചാരിച്ചു. അതായത് നേരത്തെ തോട്ടക്കാരൻ്റെ വേഷത്തിൽ മറിയടുത്ത് വന്ന് ദേ ഇപ്പോൾ ഫോറിനറിൻ്റെ വേഷത്തിൽ 2 ശിഷ്യന്മാരുടെ കൂടെ കൂടി. യേശു ഇതുപോലൊരു കള്ളൻ ഈ ലോകത്ത് വേറെ ഉണ്ട്. ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരിടത്തും പോയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ 2 പേർ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയാലും അവരുടെ കൂടെ കൂടി യേശു. അതെന്താ മുറിയിൽ പോയിട്ട് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാത്തത്? എന്താ കാണിച്ചു കൊടുക്കാത്തത്? ഇതൊരു വലിയ ടോപ്പിക്കാണത്. അത് ഞാൻ ഇങ്ങനെ പതിയെ പറയാം. ഓക്കെ, ഇപ്പോൾ തന്നെ 35 മിനിറ്റായി. അപ്പോൾ ഇവരുടെ കൂടെ യേശു നടക്കണേ. ഫോറിനറിൻ്റെ വേഷത്തിലാണ് യേശു നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തന്നെ ഇവരോടൊന്നും അറിയാത്ത പോലെ ചോദിക്കണേ, എന്താണ് നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കണ്ടല്ലോ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കണേ. അപ്പോൾ തന്നെ അവർ പറയണേ, ആർ യു ദ ഓൺലി ഫോറിനർ ഇൻ ജെറുസലേം? നീ ജെറുസലേമിലുള്ള നീ മാത്രമാണോ ഇവിടെയുള്ള ഒരു വിദേശി? നീ ഒന്നും അറിഞ്ഞില്ലേ? 2 ദിവസം മുമ്പ് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്ന്. ഇപ്പോൾ 3-ാം ദിവസമായപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ചിലർ പറയണേണ് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ തന്നെ യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഓ ഫൂൾസ്, അല്ലയോ വിഡ്ഢികളെ എന്ന് യേശു പറയാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ മത്തായിയുടെ പുസ്തകത്തിൽ എന്താണ് യേശു പറയണത്? യേശുവിൻ്റെ കമാൻഡ് എന്താണ്? നിങ്ങളാരും വിഡ്ഢികളെന്ന് വിളിക്കരുത്. വിഡ്ഢികളെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് നരകാഗ്നി കിട്ടുമെന്ന്. അതേ യേശു തന്നെ വിഡ്ഢിയെന്ന് വിളിക്കണം. അപ്പോൾ അത് പറയാനായിട്ടാണ് ഞാൻ എമ്മൗസിലോട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി ഗോൽഗൊത്ത വഴി കറങ്ങി അടിച്ചിട്ട് വന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറയാവുന്നത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്, ഭയങ്കര വൈരുദ്ധ്യങ്ങളാണ്. ഇത് മാത്രമല്ല, ഇതെല്ലാം കൂട്ടി ഇണക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് ഞാൻ. ഓക്കെ, അതൊക്കെ എല്ലാം പറഞ്ഞിട്ട് പതിയെ ഓരോരോ ക്യാപ്സ്യൂളായിട്ട് തരുന്നു എന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇപ്പോൾ തന്നെ രാത്രിയായി, നാളെ രാവിലെ ജോലിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഈ മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം തുടരുന്നതായിരിക്കും. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാൻ. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.